ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് അയൻസ് ടോക്സ്. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ബക്സറാണ്. ബക്സർ യുദ്ധം. ഇത് പ്ലാസി യുദ്ധത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ബാറ്റിൽ ഓഫ് ബക്സർ പഠിക്കുന്നതിന് മുമ്പ് പ്ലാസി യുദ്ധത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. 1757 നടന്ന പ്ലാസി യുദ്ധത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വളരെ ചുരുക്കിയാണ് കേട്ടോ, നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ബക്സർ യുദ്ധത്തെക്കുറിച്ച് പഠിക്കാം. ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട പ്ലാസി യുദ്ധത്തിൻ്റെ തുടർച്ചയാണ് ബക്സർ യുദ്ധം എന്ന് പറയുന്നത്. 1764 ഒക്ടോബർ 20 ആണ് ബക്സർ യുദ്ധം നടക്കുന്നത്. പ്ലാസി യുദ്ധത്തിന് ശേഷം ഉടമ്പടി പ്രകാരം മിർ ജാഫർ ബംഗാളിൻ്റെ നവാബായി വാഴിക്കപ്പെട്ടു. യുദ്ധത്തിൻ്റെ വിജയശില്പിയായ റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഗവർണറായി സ്ഥാനം ഏറ്റെടുത്തു. ബ്രിട്ടീഷുകാർക്ക് ധാരാളം പണം കൊടുക്കാൻ ബാധ്യസ്ഥരായത് കൊണ്ട് തന്നെ മിർ ജാഫറിന് ജനങ്ങൾക്ക് മേൽ പലതരത്തിലുള്ള അന്യായ നികുതി ഏർപ്പെടുത്തി, അവർക്ക് നേരെ അടിച്ചമർത്തി. ഇത് ജനങ്ങൾക്കിടയിൽ നവാബിൻ്റെ ഭരണത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാൻ കാരണമായി. ഈ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി റോബർട്ട് ക്ലൈവ് നവാബിനെ സഹായിച്ചു. എങ്ങനെ സഹായിച്ചത്? കമ്പനി മിർ ജാഫറിന് പകരം നവാബാക്കാൻ മിർ ഖാസിമിനെ തിരഞ്ഞെടുത്തു. മിർ ഖാസിം എന്ന് പറയുന്നത് മിർ ജാഫറിൻ്റെ ഒരടുത്ത ബന്ധുവാണ്. 1760 മിർ ഖാസിമിനെ പുതിയ ബംഗാൾ നവാബായി തിരഞ്ഞെടുത്തു. മിർ ഖാസിം കമ്പനിക്ക് എതിരായി പ്രവർത്തിക്കുകയും സ്വന്തം രീതിയിൽ ഭരണം നടത്താൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ആഭ്യന്തര വ്യാപാരം ഇന്ത്യ അടക്കം എല്ലാ വ്യാപാരികളെയും നികുതി അടക്കുന്നതിൽ നിന്ന് മിർ ഖാസിം ഒഴിവാക്കി. ഇംഗ്ലീഷ് വ്യാപാരികളെ സമന്മാരായി കാണുന്ന പുതിയ നിയമം പിൻവലിക്കാൻ കമ്പനി നവാബിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ആവശ്യങ്ങൾ നവാബ് തള്ളിക്കളയാണ് ചെയ്തത്. തുടർന്ന് നവാബിനെതിരെ സൈനിക നടപടികൾ എടുക്കാൻ തീരുമാനിച്ചു. തുടർന്ന് കട്വ, മുർഷിദാബാദ്, ഉദയതല വിവിധ ചെറിയ യുദ്ധങ്ങളിൽ നവാബിനെ സൈന്യം പരാജയപ്പെട്ടു. ഇതിനെ തുടർന്ന് മിർ ഖാസിം ബംഗാളിൽ നിന്ന് പട്നയിലേക്കും അവിടെ നിന്ന് അവധിലേക്കും രക്ഷപ്പെട്ടു. അവധിലെത്തിയ മിർ ഖാസിം ഇന്ത്യയിൽ നിന്നും ഇംഗ്ലീഷുകാരെ ഒഴിവാക്കാൻ അവധ് നവാബിൻ്റെ സഹായം തേടി. അവധിലെ നവാബായിരുന്ന ഷുജാഉ ദൗളയും അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാലം രണ്ടാമനെയും കൂട്ടുപിടിച്ച് സംയുക്ത സേനയുമായിട്ട് യുദ്ധം ചെയ്തു. ഇതാണ് ബക്സർ യുദ്ധം എന്ന് പറയുന്നത്. ഇതിൽ പിന്നീട് മിർ ഖാസിം ആ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് മിർ ഖാസിം അവിടെ നിന്ന് ഓടിപ്പോവുകയും മിർ ജാഫറിനെ വീണ്ടും നവാബായി വാഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ബാറ്റിൽ ഓഫ് ബക്സർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.